ഫ്രണ്ട്സ് അവർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റും മെസ്സേജ് അയക്കുന്നുണ്ട്. ചേട്ടാ ജിൻഡയെ കുറിച്ചുള്ള വീഡിയോ ഒന്നും ഇടുന്നില്ല. അപ്പൊ ജിൻഡയെ കുറിച്ചുള്ള വീഡിയോ വന്നിട്ടുണ്ട്. ജിൻഡയുടെ PR വർക്കിനെ കുറിച്ച്, ജിൻഡ ജയിക്കാനുള്ള കാരണത്തെ കുറിച്ച് ജിൻഡ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറൊന്നുമല്ല, ജിൻഡ പറഞ്ഞിരിക്കുന്ന PR വർക്കിനെ കുറിച്ചാണ്. ഒരുപാട് പേര് ജിൻഡ ജയിച്ചതിന് ശേഷം പറയുന്നുണ്ട് ജിൻഡ PR വർക്ക് മുതലാണ് ജയിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജിൻഡ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ജിൻഡയുടെ PR വർക്ക് എന്താണെന്ന് കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. അപ്പം അതേക്കുറിച്ച് നമുക്കറിയാം. ജിൻഡ പറഞ്ഞിരിക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ അവരുടെ ഇതൊക്കെ ഇടുമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജൊക്കെ ഫ്രണ്ട്സിനെ ഏൽപ്പിക്കും. അപ്പോൾ അവരത് അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കും. അവരുടെ ഫ്രണ്ട്സിന് കൊടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് അതൊന്ന് സപ്പോർട്ട് ചെയ്യണം, അങ്ങനെ ഓരോ ഫ്രണ്ട്സിന് അവർ തമ്മിൽ ഇത് ചെയ്യും. പിന്നെ വാട്സപ്പിലൊക്കെ ഫ്രണ്ട്സ് തമ്മിൽ പറയുമല്ലോ നമ്മുടെ കൂട്ടുകാരനാണ് ജിൻഡോ, അവർക്ക് ജയിപ്പിക്കണം, വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയാണ് ജിൻഡോ PR വർക്ക് എന്നതിനെ കുറിച്ച് ജിൻഡോ പറയുന്നത്. ആ ഇതാണ് ജിൻഡോ PR വർക്കിനെ കുറിച്ച് ജിൻഡോ പറയുന്നത്. അതാണ് PR വർക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അത് ശരിയാണ്. ഇപ്പം നമ്മളിപ്പം ബിഗ് ബോസിലേക്ക് പോകുന്നത്, അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനെ ഏൽപ്പിക്കും. അപ്പോൾ ആ ഫ്രണ്ട്സ് പറയും നമുക്ക് കൂട്ടുകാരോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കും. അപ്പോൾ അതാണ് PR വർക്ക് കൊണ്ട് ജിൻഡോ ഉദ്ദേശിച്ചത്. പിന്നെ വേറൊന്നുമല്ല, മറ്റുള്ള ഒരേ പോലെ വ്യത്യസ്തമായ രീതിയാണ് ജിൻഡോയ്ക്ക് അവിടെ. ജിൻഡോ ജനങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ജനങ്ങളാണ് വോട്ട് ചെയ്ത് കൂടുതലും വോട്ട് ചെയ്ത് ജയിപ്പിക്കുക. അല്ല PR വർക്ക് കൊണ്ട് മാത്രം ജിൻഡോ ജയിക്കുകയാണ്. ജിൻഡോ പറഞ്ഞ PR വർക്ക് ഇതാണ്. മറ്റുള്ളവർ ഒരുപാട് പേര് ജിൻഡോ PR വർക്കാണ് ജയിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ജിൻഡോ പറയുന്നുണ്ട്. പക്ഷേ തോറ്റ് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ അസൂയ കൊണ്ടുള്ള ഇതാണ്. പക്ഷേ PR വർക്ക് പുള്ളി ഉദ്ദേശിച്ചത് ഇതാണ്. അതുകൊണ്ടാണ് പുള്ളി പിന്നെ ജയിച്ചത് തന്നെ മറ്റുള്ളവർ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം ജിൻഡോ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ജിൻഡോയുടെ PR വർക്ക് എന്ന് ആണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ജിൻഡോ തന്നെ ജിൻഡോയുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.